സോ നമ്മൾ ഇന്നത്തെ പ്രയാണത്തിൽ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ദോശ ചുടണം. ഫസ്റ്റ് ദോശ. കറി ഓൾറെഡി എൻ്റെ ചേച്ചി ചെയ്ത് വെച്ചിട്ടാണ് പോയത്. സോ ആ കൊച്ചു ചെയ്തുകൊണ്ട് മുട്ടക്കറി ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ യെസ്റ്റർഡേസ് പൊറോട്ട ഉണ്ട് ബാക്കി. നമുക്ക് ആദ്യം ദോശ ഉണ്ടാക്കണം. ദോശ ചുട്ടിട്ട് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ചോറാക്കണം. ബട്ട് ചോറ് ഓൾറെഡി കുറച്ചായിരിക്കുക. ഐ ഡോണ്ട് നോ, സംഹൗ ഐ വിൽ മേക്ക് ദാറ്റ്. പിന്നുള്ള എന്താന്ന് വെച്ചാൽ കറി. ഞാൻ കുറെ ഷോർട്സും കുറെ വീഡിയോസും റീൽസിലൊക്കെ കണ്ട ഒരു കറിയുണ്ട്, എന്തോ തൈര് വെച്ചിട്ടുള്ള. സോ വി ആർ ഗോണ മേക്ക് ദാറ്റ് തിങ് ഓൾസോ. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. ഐ എം ഗോണ മേക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം. ലൈക്ക് ഇങ്ങനെ മൊത്തത്തിൽ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഐ എം ഗോണ മേക്ക് എലോൺ. ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയും കുറച്ച് പൊറോട്ടയും ഇരിപ്പുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് 2 പൊറോട്ടയും കുറച്ച് ചിക്കൻ കറിയും എടുത്ത് നമുക്ക് ആദ്യമേ ചൂടാക്കണം, ഓവനിൽ വെക്കാം. സോ അവനിലത് ആവുമ്പോഴത്തേക്കും നമുക്ക് ദോശയും ചുട്ടെടുക്കാം. സോ അത് ചുട്ടെടുക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് പൊറോട്ടയും ആവും. 2 ദോശയാണ് ഞാൻ ഇപ്പോൾ ചുട്ടെടുക്കുന്നത്. സോ ദോശ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ചിക്കൻ കറി ആൻഡ് പൊറോട്ട. അതും ഈ മുട്ടക്കറി എല്ലാം കൂടെ എടുത്തു. പക്ഷെ 2 പൊറോട്ട പോരാന് ഞാൻ ഒരെണ്ണവും കൂടെ ആക്കി. കാര്യം എന്നാലേ വയറ് നിറയത്തുള്ളൂ. സോ സിനിമയും കണ്ട് നമ്മൾ ഫുഡ് കഴിക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി ഉള്ള സാധനം എന്താ, പാത്രം കഴുകണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ നമുക്ക് കഴിച്ചല്ലേ പറ്റൂ. സോ ആദ്യം സിനിമ കണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് തീർക്കാം. പ്ലേറ്റ്സ് വാഷ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഉച്ചത്തേക്കുള്ള ചോറാക്കണം. സോ ചോറ് ഞാൻ ഒരു കുക്കറിലാക്കിയിട്ടുണ്ട്. അത് നമുക്കിനി തീയൊക്കെ കത്തിച്ച്, കത്തൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു, പിന്നെ കത്തി നമ്മൾ ഇനി പാത്രം കഴുകണം. അയ്യോ, ഇതെവിടെ നിന്ന് തുടങ്ങുമെന്ന് അറിയത്തില്ല. കുറേ കിടപ്പുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഉണ്ടായിരുന്നു, അപ്പുറത്തെ സൈഡിലും ഉണ്ടായിരുന്നു. സോ നമ്മൾ ചോറാവാനുള്ളത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേറ്റ്സ് ഇതെല്ലാം വാഷ് ചെയ്ത് ക്ലിയർ ആക്കാം. നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം കാണാം. നമ്മുടെ ചോറായിട്ടുണ്ട്. 2 സവോള വേണം. അതിന് മുന്നേ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കഴുകിയപ്പോൾ ഫുള്ള് നനഞ്ഞു പോയി. സോ ഐ ഗോ ചേഞ്ച് ആൻഡ് 1 സവാള മതി. സോ ഗൈസ്, നമ്മൾ വേസ്റ്റ് ഒക്കെ അപ്പം തന്നെ ഡിസ്കാർഡ് ചെയ്യണം. അമ്മ വെച്ചേക്കുന്ന ബക്കറ്റ്. ഗൈസ്, ഇങ്ങനെ വെച്ച് തേച്ചാണ് എൻ്റെ മറ്റു ഉടുപ്പ് നനഞ്ഞു പോയ ഫുള്ള്. സോ നമ്മളിത് കുരുകുരാന്ന് അരിയാൻ പോവുകയാണ്. ഇങ്ങനെ കുരുകുരാന്ന് അരിയണം. വെളുത്തുള്ളി ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പം ഇത് കുക്കിങ്ങിലേക്ക് കടക്കാം. ചീറ്റിപ്പോയാൽ ഒന്നും എൻ്റെ കയ്യിലല്ല, എൻ്റെ കയ്യിലാണ്. പക്ഷേ ചീറ്റിപ്പോയാൽ അത്രേ ഉള്ളൂ. നമ്മൾ തൈര് മാത്രമായിട്ട് മുട്ട പൊരിച്ച് കഴിക്കുന്നതായിരിക്കും. ഓക്കെ. സോ എണ്ണ ചൂടായത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കാം. സവോള ഇട്ട് കൊടുക്കാം. നമുക്ക് സവോള ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അയ്യോ, വെളുത്തുള്ളിയും കൂടി ഇടണം, എന്നത് മറന്നു. അപ്പൊ അതിനി നമുക്ക് ആക്കിയെടുക്കാം. ആദ്യമേ വെളുത്തുള്ളി ആയിരുന്നു ഇടേണ്ടത്, പക്ഷെ ഞാൻ മറന്നു വേണ്ട. എന്റെ
മുളക് കരിഞ്ഞു പോയി, കുഴപ്പമില്ല. ഇതൊരു കുഞ്ഞു ബ്രൗൺ ഷെയ്ഡ് ആവണം. അതിലേക്ക് നമ്മൾ കുറച്ച് പുളി ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി കുറച്ച് കരിവേപ്പില ഇടാം. എന്നിട്ട് പിന്നെ നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇത് മല്ലിയില ഇടണം, പക്ഷെ എന്നെ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടിപ്പോയി എരിയും. ഇത് കായപ്പൊടി, അതും ഇച്ചിരി ഇടണം. നെക്സ്റ്റ് ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, സത്യത്തിൽ ഇതെല്ലാം ഇട്ടിട്ടായിരുന്നു കരിവേപ്പില ഇട്ടത്. അത് ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്, മറന്നുപോയത്. സോ ഓക്കെ, നമുക്ക് എന്നാലും ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിന് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ അടിച്ചെടുത്തു, പക്ഷെ ഇച്ചിരി അടി കൂടിപ്പോയി. ഇത്ര അടിക്കരുതായിരുന്നു. സോ നമുക്ക് കുറച്ച് ചോറെടുത്തിട്ട് ഇട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഒരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ചോറിടാം പയ്യെ. അത് കഴിഞ്ഞ് വന്ന് ഇതെല്ലാം കഴുകി വെക്കണം. ഈശോയെ, അതൊരു ടാസ്ക് ഉണ്ട്. സോ നമുക്ക് കുറച്ച് ചോറെടുക്കാം. ചോറിലെ വെള്ളം മൊത്തത്തിൽ പോയിട്ടില്ല. സോ നെക്സ്റ്റ് നമ്മുടെ മെയിൻ സാധനം, ഈ കറിയാണ് നമ്മുടെ മെയിൻ. സോ ഈ കറി നമുക്ക് എടുക്കാം. എന്തേലും ആട്ടോ. എന്തായാലും തീർത്തേ പറ്റൂ, ഇവിടെ ആരും ഇല്ല കഴിക്കാൻ, ഞാൻ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എടുക്കാം, കൊള്ളത്തില്ലെങ്കിലും കഴിച്ചല്ലേ പറ്റൂ. ബാംഗ്ലൂർ പോയതിന് വന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെയെന്ന് പറഞ്ഞാലും നമ്മൾ കഴിക്കും. ദാറ്റ്സ് us. ഐ തിങ്ക് കൊള്ളാണ്. കൊള്ളാം. കൊള്ളാം, എനിക്കിഷ്ടമായി. നിങ്ങൾക്കൊക്കെ എൻ്റെ കറി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയത്തുള്ളൂ. എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഓക്കെ, ബൈ.